നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ഓണവും തിരുവാതിരയും ആഘോഷിക്കുന്ന നമുക്ക് മലയാളികൾക്ക് വിഷുവിനോടെന്നും ഒരു പ്രത്യേക ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കും അതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുന്ന നമുക്ക് മനുഷ്യർക്ക് വല്ലാത്തൊരു പ്രതീക്ഷ നൽകാൻ വിഷുവിന് കഴിയുന്നുവെന്നത് തന്നെയാണ് അതിന് കാരണം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. വിഷുക്കണി കാണുന്നതിലൂടെ, വിഷുക്കൈനീട്ടം വാങ്ങുന്നതിലൂടെ, എന്തിന് പടക്കം പൊട്ടിക്കുന്നതിലടക്കം വരും വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. രാവും പകലും തുല്യമായി വരുന്ന വിഷുദിനം അങ്ങനെ മറ്റു ദിവസങ്ങളിൽ നിന്നെല്ലാം ഒരു പടി മുന്നിൽ തന്നെയാണ്. ക്ഷേത്രങ്ങളെല്ലാം രാവിലെ നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് പ്രസിദ്ധമായ 8 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. സമൃദ്ധി കണി കണ്ട് ഉണർന്ന മലയാളികൾ സദ്യ ഒരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷം. ക്ഷേത്രങ്ങളിൽ കണി കാണാൻ ഭക്തജനത്തിരക്ക്. വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന്. സമവായത്തിന് കേന്ദ്ര സർക്കാർ. ഇറാനുമായി വീണ്ടും സമാധാന ചർച്ച നടത്താനൊരുങ്ങി അമേരിക്ക. ഈ ആഴ്ച വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന് ട്രംപ്. അമേരിക്കൻ സംഘം വീണ്ടും പാകിസ്ഥാനിലെത്തും. ലെബനൻ സർക്കാരുമായുള്ള ഇസ്രയേലിന്റെ സമാധാന ചർച്ചകൾ വാഷിംഗ്ടണിൽ പൂർത്തിയായി. വെടിനിർത്തലിൽ ഉൾപ്പെടെ ധാരണയിലെത്തിയില്ല. ബീഹാറിൽ സാമ്രാട്ട് ചൗധരിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രചാരണ തിരക്കുള്ളതിനാൽ മോദി പങ്കെടുക്കില്ല. പ്രധാനമന്ത്രി ഇന്ന് നാഗർകോവിലിൽ. യാത്ര തിരുവനന്തപുരം വിമാനത്താവളം വഴി. IPL ചെന്നൈ സൂപ്പർ കിങ്സിന് തുടർച്ചയായ 2ാം ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത് 32 റൺസിന്. ഇന്നത്തെ മത്സരം ലക്നൌവും ബംഗളൂരുവും തമ്മിൽ. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുക്കാലത്തെ കൂടി വരവേൽക്കുകയാണ് മലയാളികൾ. കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺതുറക്കുന്ന പ്രതീക്ഷ കൂടിയാണ് മലയാളികൾക്ക് വിഷുപ്പുലരി. വിഷുക്കണി പോലെ വരും വർഷവും സമൃദ്ധമാകട്ടെ. കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിഷു. കണ്ണനും കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ട് വിഷുപ്പുലരിയിൽ മലയാളികൾ മിഴി തുറന്നു. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണിനി. വിഷു ഒത്തുചേരലിന്റെയും കൂടി നിമിഷങ്ങളാണ്. കണി കണ്ടു കഴിഞ്ഞാൽ ഗൃഹനാഥനിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങാൻ എല്ലാവരും ഒന്നിച്ചെത്തും. വിഷുവിന് നനയ്ക്കാൻ നമ്മളെ കുട്ടികളെല്ലാവരും, പുറത്തുള്ള കുട്ടികളെല്ലാവരും വീട്ടിൽ ഒത്തുകൂടുക, അതൊരു ആഘോഷമാക്കുക, അതിൽ പടകം പൊട്ടിക്കുക, വിഷു കൈനീട്ടം വാങ്ങിക്കുക, വിഷുക്കണി കാണുക. ഇതൊക്കെ വളരെ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആവേശകരമായിട്ടുള്ളൊരു സംവിധാനമാണ് ഉള്ളത്. പിന്നീട് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല കാലത്തിലേക്കാണ് നമ്മൾ മിഴി തുറക്കുന്നത്. കണ്ണന്റെ പുഞ്ചിരിയും കൊന്നപ്പൂവിന്റെ നിറവും മനസ്സിൽ ഐശ്വര്യം നിറയ്ക്കട്ടെ. അമൃത TVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.
വിഷുവിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിന് ഒപ്പം ചേരും. ഗുരുവായൂരിൽ നിന്ന് ഹരീഷ്, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് അജയ്നാഥ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് കണ്ണന്റെം, തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കെ പ്രശാന്ത്, മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രജിത്ത്, ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുധീഷ് കുമാർ, തിരുവച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എം രാഗേഷ്, ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവരും ചേരുകയാണ്. ആദ്യം ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഹരീഷുണ്ട്. ഹരീഷിലേക്ക് പോവുകയാണ്. ഹരീഷ്, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അവിടെ? കൃഷ്ണനെ കണ്ട്, ഗുരുവായൂരപ്പനെ കണ്ട് കണി കാണാമെന്ന് കരുതി വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഗുരുവായൂരിൽ? തീർച്ചയായിട്ടും മേടപ്പുലയിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് മടങ്ങാൻ വേണ്ടി വലിയ ജനത്തിരക്ക്, ജനസാഹരം, ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം തിരക്ക് ഇന്ന് ഉണ്ട്. നീണ്ട നിരയാണ് ഇന്ന് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:45 മുതലാണ് ഇത്തരത്തിൽ കണി കാണാൻ വേണ്ടി ക്യൂ ആരംഭിച്ചത്. അത് 3:45 വരെ നീണ്ടു. അത്രയും നേരം ഭക്തജനങ്ങൾ ഈ ഒരു കണി കാണാനായി നീണ്ട നിര ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാനാണ് ഭക്തർക്ക് ആ ഒരു സമയത്ത് അവസരം ലഭിച്ചത്. ഈ ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിട്ടുണ്ട്. ശ്രീകോവിലിനകത്ത് ഇന്നലെ രാത്രി തന്നെ കീഴ്ശാന്തിക്ക ഈ ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, കണിക്കൊന്ന, മുല്ലപ്പൂവ്, മറ്റ് ഫലങ്ങൾ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, അലക്കിയ മുണ്ട, സ്വർണം, നാണ്യം എന്നീ കളിക്കൂപ്പുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കി വെച്ചിരുന്നു. ശ്രീരകത്ത് ഗുരുവായൂരപ്പൻ്റെ വലതുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണൻ്റെ തങ്കത്തിടപ്പും കണിക്കോപ്പുകളും ഭക്തർക്ക് കണി കാണാനായിട്ടുണ്ട്. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും ഈ കണി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വിവിധ ഫലങ്ങൾ, അതുപോലെ തന്നെ പൂക്കളും ഒക്കെ വെച്ച് വലിയ രീതിയിൽ ഈ വിഗ്രഹത്തിൽ മാലയും ചാർത്തി വളരെ വർണ്ണാഭമായ രീതിയിൽ, ഭക്തിസാന്ദ്രമായ രീതിയിൽ തന്നെ കണി ഒരുക്കിയിരിക്കുന്നു. ഭക്തജനങ്ങൾ വന്ന് കണി കണ്ട് സംതൃപ്തിയോടുകൂടി മടങ്ങുന്ന ഒരു കാഴ്ച, വളരെ ഈ നാമജപ മുഖരിതമായ അന്തരീക്ഷത്തിൽ വന്ന് വളരെ ഭക്തിയോടുകൂടി തന്നെ കണ്ണനെ കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ നടയിലും വലിയ ജനത്തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. നീണ്ട നിര കാണാൻ സാധിക്കുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം, സ്പെഷ്യൽ ദർശനം എന്നിവ അനുവദിച്ചിട്ടില്ല. കണ്ണനെ കാണാൻ ക്യൂ നിൽക്കുന്നവർക്ക് മാത്രമാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ്. 11 മണിവരെ ഈ ക്യൂ നിൽക്കുന്നവർക്ക് ദർശനത്തിന് അവസരമുണ്ടാകും. പുലർച്ചെ 3-ന് നിർമ്മാല്യത്തോടെ തുറക്കുന്ന നട ഉച്ചയ്ക്ക് 2 മണിക്കാണ് അടയ്ക്കുക. വൈകിട്ട് 3:30 അത് തുറക്കുകയും ചെയ്യും. ശേഷം വൈകിട്ട് 6:15 വരെ ഈ ദർശനത്തിന് അവസരമുണ്ടാകും എന്നുള്ളതാണ്. ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആളുകൾ വലിയ ഒരു തിരക്ക് ഗുരുവായൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാ വർഷവും വിഷു ദിനത്തിൽ വലിയ തിരക്ക് തന്നെയാണ്. ഒട്ടും ഈ വർഷവും കുറവില്ല ജനത്തിരക്കിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ ഗുരുവായൂരിലെ വിവിധ നടകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. വഴിപാടുകൾ അടക്കമുണ്ട്. മാത്രമല്ല കല്യാണവും, വിവിധ കല്യാണങ്ങളടക്കം ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം സംബന്ധിച്ച വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ നമുക്ക് ഗുരുവായൂരിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും ഈ ഒരു കിഴക്കേ നടയിൽ തന്നെ ഒരുപാട് പേരാണ് വന്ന് തൊഴുത് മടങ്ങുന്നത്. നീണ്ട നിര ക്യൂവിൽ നിന്ന് അകത്ത് കയറി തൊഴുന്നവരുണ്ട്. അതല്ലാതെ ഈ കിഴക്കേ നടയിൽ വന്ന് കണ്ണനെ ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ആളുകൾ, കാണിക്ക വെച്ച് മടങ്ങുന്ന ആളുകൾ, അങ്ങനെ നിരവധി ഭക്തജനങ്ങളെ നമുക്ക് ഇന്ന് ഗുരുവായൂരിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആളുകൾ ഓടി അകത്തേക്ക് കയറുകയാണ്. അതായത് ഈ ഒരു ക്യൂ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ, ഒന്ന് തൊഴുത് മടങ്ങാനുള്ള ആഗ്രഹത്തിൽ ഓടി അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിലാണ് ഓരോ ഭക്തജനങ്ങളെയും അകത്തേക്ക് കയറ്റിവിടുന്നത്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു ആഹ്ലാദത്തോടുകൂടി ഓരോ തവണയും ഈ ക്യൂ തുറക്കുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി, ഭക്തിയോടുകൂടി ഓരോ ജനങ്ങളും ഗുരുവായൂരപ്പനെ കാണാനായി അമ്പലത്തിനകത്തേക്ക് കയറുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ ആ ഒരു ഭക്തിയോടുകൂടി തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി എത്തി കണ്ണനെ കണി കണ്ട് മടങ്ങാനുള്ള ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ
ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ കുട്ടികളടക്കം പ്രായഭേദമന്യേ ഇന്ന് എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു വിശിഷ്ട ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ VIP-കൾക്കൊന്നും ഇന്ന് ദർശനം അനുവദിച്ചിട്ടില്ല. ഇന്ന് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് കണ്ണനെ കണി കണ്ട് മടങ്ങുന്ന ആളുകൾക്ക് തന്നെയാണ്. അത്രത്തോളം വിശ്വാസികളാണ് ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തുക. പ്രത്യേകിച്ചും ഗുരുവായൂരിനെ സംബന്ധിച്ച വിഷു അത് ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ്, ഏറ്റവും പ്രസിദ്ധമായ ഒരു ദിവസം കൂടിയാണ്. അത് ഗുരുവായൂരിൽ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിഷു ദിനത്തിലെത്തി കണി കണ്ട മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഒരുക്കിയിരുന്നു. ഗതാഗത നിയന്ത്രണം അടക്കം ഇന്ന് ഗുരുവായൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സുഗമമായി തന്നെ എത്തി കണി കണ്ട് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ഭാരവാഹികളും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ എന്നുള്ളതാണ്. ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാവിലെ മുതൽ ഇത്രയും നേരം നീണ്ട നിര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈകിട്ടും ഇത്തരത്തിലുള്ള ദർശനമുണ്ടാകും. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 11 മണിവരെ ക്യൂ നിൽക്കുന്നവർക്കാണ് ആ ദർശനത്തിന് അവസരമുണ്ടാവുക. 6:15 വരെ ദർശനത്തിന് അവസരമുണ്ടാകുമെന്നുള്ളതാണ്. അത്രത്തോളം ആളുകൾ ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. കണ്ണനെ കണ്ട് തൊഴുത് മടങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളാണ്, ഭക്തിസാന്ദ്രമായ ആ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മായ. ഹരീഷ്, ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരാൻ തോന്നുന്നില്ല, പക്ഷേ മറ്റു ക്ഷേത്രങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധികളൊക്കെ അവിടെയുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്കായിരുന്നു കണി ദർശനം ഒക്കെ ഉണ്ടായിരുന്നത്. എല്ലായിടും തിരക്കാണ്. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രജിത്തുണ്ട് ഇപ്പോൾ. രജിത്ത്, എങ്ങനെയാണ്, തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മലയൻകീഴ്? ക്ഷേത്രത്തിൽ വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. രാവിലെ മുതൽ തന്നെ കൂടുതൽ ആളുകൾ, ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ദർശനം കഴിഞ്ഞാൽ മടങ്ങിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് മലയൻകീഴ് ക്ഷേത്രത്തിലാണ്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ നമുക്കറിയാം ഏറെ പാരമ്പര്യവും ഒപ്പം തന്നെ പൈതൃകവും ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. കൂടുതൽ ആളുകളും ഇവിടേക്ക് രാവിലെ ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ ക്ഷേത്രത്തിലേക്ക് എത്തി തിരുവനന്തപുരം ജില്ലയുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. കൂടുതൽ ആളുകൾ ഇപ്പോഴും ദർശനത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതേ രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് ആളുകളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് വിഷു ദിനം, നമുക്കറിയാം മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന ആ ദിവസത്തെയാണ് വിഷുവായി കാണുന്നത്. തുല്യമായ ദിവസമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പകലും രാത്രിയും തുല്യമായിരിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം തന്നെ കാർഷിക വിളകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു ദിവസം കൂടി ആണ് ഇത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷുവിന് അത്ര കണ്ട് വലിയ പ്രത്യേകതകൾ ഒക്കെയുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ തന്നെ വലിയൊരു തിരക്ക് ഉള്ളതിനാൽ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിഷു കൂടി ആയതോടുകൂടി തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ ഇവിടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഉപദേശക സമിതിയും തയ്യാറാണ്. ഉപദേശക സമിതിയുടെ സെക്രട്ടറി സുരേഷാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ? വലിയൊരു തിരക്ക് എല്ലാ വർഷവും വിഷുവിന് ഉൾപ്പെടെ ഉള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പാർക്കിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ സുഖദർശനം കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രസാദ വിതരണത്തിനും എല്ലാ കൗണ്ടറുകളും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഉത്സവം ഈ തൊഴുതിറങ്ങുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം വരെ. ഉത്സവം കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ തൊട്ട് വിഷു കൂടി എല്ലാ വർഷവും ഇത്തരത്തിലുള്ളൊരു തിരക്ക് ഇത്തരത്തിലുള്ള തിരക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്ര തിരക്ക് വരാറില്ല. അപ്പം അവധിയും 2-3 ദിവസത്തെ അവധിയും എല്ലാം കൊണ്ട് പിന്നെ കൂടുതൽ ഭക്തർ ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഭക്തർക്ക് എത്തിച്ചേർന്ന് തൊഴാനുള്ള സൗകര്യം അത് മാനിച്ച് നമ്മൾ 4 മണിക്കാണ് ഇന്ന് നിർമ്മാല്യം നടത്തിയത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഭക്തർക്ക് തൊഴുത് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. തന്നെയാണ് കണി ദർശനം അടക്കം ഒരുക്കിയാണ് ഭക്തർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. നേരത്തെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും ആദ്യം മുതൽ തന്നെ ക്ഷേത്രത്തിൽ നമുക്കറിയാം കൂടുതൽ ഭക്തർ എത്തും എന്നതിനാൽ തന്നെ ഇന്നിപ്പോൾ അവധി ദിവസങ്ങൾ കൂടി കൂടുതലായി
എത്തിയത്. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, അവധി ദിവസങ്ങൾ കൂടി കൂടുതലായി എത്തിയതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ്, പൈതൃകം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം, മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രത്യേകതകൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് എന്നത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒപ്പം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറുന്നത്. അവിടെ വിഷുക്കണി ദർശനത്തിനും ഒപ്പം തന്നെ ഭഗവാന്റെ ദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും ഒരുക്കി അവർ കാത്തിരിക്കുകയായിരുന്നു. നിരവധി ഭക്തർ ഇപ്പോഴും ക്യൂ നിന്നുകൊണ്ട് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, രജിത്താണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഡൽഹിയിലേക്കാണ്. വിഷു ആഘോഷമാക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ്. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നല്ല തിരക്കുണ്ടല്ലേ നാട്ടിലെ പോലെ തന്നെ അവിടെയും? തീർച്ചയായും ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്, മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ വളരെ ഭംഗിയായി കണിയൊരുക്കിയത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നാട്ടിൽ എങ്ങനെയാണോ വിഷു ആഘോഷിക്കുന്നത് അതിലും ഗംഭീരമായി തന്നെ വിഷു ആഘോഷമാക്കുകയാണ് മറുനാട്ടിലെ മലയാളികളും. ഇവിടെ ഡൽഹിയിലെ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത് ഓണവും വിഷുവും അങ്ങനെ ഏത് ആഘോഷവേളയിലും മലയാളികൾ ഒത്തുചേരുന്നൊരു ക്ഷേത്രമാണ്. നാട്ടിലേതിന് പോലെ തന്നെ നമുക്ക് ആഘോഷം ഫീൽ ചെയ്യുന്ന തരത്തിൽ അത്രയധികം ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ 4:30 മുതൽ വിഷുക്കണി ദർശനവും ക്ഷേത്ര ദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രമേശ് നമ്പ്യാരേട്ടൻ ക്ഷേത്രത്തിന്റെ ഇവിടെ ഭാരവാഹികളാണ്. എങ്ങനെയുണ്ട് ഇത്തവണ വിഷു ആഘോഷം? എപ്പോഴാണ് ദർശനവും അതിന്റെ ക്രമീകരണങ്ങളും എല്ലാം ഇപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്? രാവിലെ വെളുപ്പിന് 3:30 മുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ക്യൂവിൽ. 4:30 മണിക്ക് ഞങ്ങൾ ഇത് തുറന്നു എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഒരുപാട് ഏകദേശം ഒരു 10-12,000 ആൾക്കാർ ഇത് ദർശനം കഴിഞ്ഞു. ഇനിയും ഞങ്ങളൊരു 10-12,000 ആൾക്കാർ കൂടി ഇനിയും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് വരുന്നവർക്കൊക്കെ കൈനീട്ടവും പ്രഭാത ഭക്ഷണവും? എല്ലാവർക്കും കൈനീട്ടമുണ്ട്, പ്രഭാത ഭക്ഷണമുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഈ ഡൽഹിയിലെ ഒരു വിഷു ആഘോഷം? പ്രത്യേകിച്ച് കേരളത്തിലാണ് ഓണവും വിഷു എല്ലാം ഉള്ളത്. അപ്പം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഈ പ്രവൃത്തി ദിവസം പോലും ഇത്രയധികം ആളുകൾ എത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ. ഞങ്ങൾ കേരളത്തിനെക്കാട്ടും നന്നായിട്ട് ആഘോഷിക്കുന്നവരാണ്. കാരണം ഞങ്ങൾ ഓണമാണേലും വിഷു ആണേലും എല്ലാ ആഘോഷങ്ങളും, മലയാളത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും, കാരണം നല്ലൊരു നാളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ നാടുവിട്ട് ഈ പ്രവാസികൾ പല രാജ്യങ്ങളിലോട്ട് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാരമ്പര്യ സംസ്കാരവും ആ പൈതൃകങ്ങളൊന്നും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇനിയിപ്പം അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ ജീവിതം നന്നായിരിക്കണം, ധന്യമായിരിക്കണം. ആ പ്രാർത്ഥനയോടെ വരുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, എത്രയോ ആൾക്കാരാണ് ഇവിടെ വരുന്നത് തൊഴാനായിട്ട്. അത് അങ്ങനെ ഇവിടെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നല്ല രീതിയിലുള്ള തിരക്കുകളായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ ഡൽഹിയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. അത് മയൂർ വിഹാറിലാണെങ്കിലും ദിൽഷാദ് ഗാർഡൻ, RK പുരം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്നൊരു പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും അത്രയധികം തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയും ഒപ്പം ഈ ഒരു വിഷുക്കണിക്ക് വേണ്ടിയിട്ടും എത്തിയിട്ടുണ്ട്. ഒപ്പം വലിയ ക്യൂ കാണുന്നുണ്ട്. എങ്ങനെയാണ് വിഷു ആഘോഷം? അടിപൊളി. വീട് വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് എത്തിയിട്ട് എങ്ങനെയുണ്ട് ആഘോഷ പരിപാടികൾ? നല്ല അടിപൊളിയായിരുന്നു. എവിടെയാ സ്ഥലം? കാലിക്കറ്റ്. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ഒരു പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും എങ്ങനെയാണ് വിഷു ആഘോഷമൊക്കെ ഒരുക്കിയിട്ടുള്ളത്? ഞങ്ങൾ വീട്ടിൽ രാവിലെ തന്നെ കണിയെല്ലാം ഒരുക്കി, അതിനുശേഷം അമ്പലത്തിലേക്ക് വന്നു. ഓക്കെ, അത്തരത്തിൽ വലിയ തിരക്കും നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെയും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി അത്രയധികം ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഡൽഹിയിൽ മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 4:30 മുതൽ തന്നെ ദർശനത്തിനും ഒപ്പം വിഷു കണി ദർശനത്തിനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അത് വിഷു കണി ദർശനത്തിന് ഈ ഒരു വിഷു ആഘോഷം ധന്യമാക്കുന്നതിന് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അത്രയധികം ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലില്ല എങ്കിൽ പോലും വിഷു ആഘോഷിക്കുകയാണ്. അത്രയധികം ഭംഗിയോടുകൂടി അത്രയധികം ആഘോഷത്തിന്റെ പൊലിമ ഒട്ടും ചോരാതെ തന്നെ മറുനാട്ടിലെ മലയാളികളും ഇവിടെ രാജ്യതലസ്ഥാനത്തെ മലയാളികളും വിഷു ആഘോഷമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. മായ. ശരി ജിഷ്ണു.
രാജ്യതലസ്ഥാനത്തെ മലയാളികൾ വിഷു ആഘോഷമാക്കുകയാണ്. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഇനി ചിറ്റൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഈ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എനിക്കവിടെ പോയാൽ ഗുരുവായൂരപ്പനെ തൊഴുന്ന അതേ ഒരു പ്രതീതിയാണ്. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയാൽ കിട്ടാത്ത ആ ഒരു പോസിറ്റിവിറ്റി ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ തൊഴുന്ന അതുപോലെയാണ് തോന്നാറുള്ളത് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. എങ്ങനെയാണ്, തിരക്കുണ്ടോ അമ്പലത്തിൽ നിന്ന്? മായ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ഏതായാലും ഗുരുവായൂർ പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ചിറ്റൂർ. അതായത് തെക്കൻ ഗുരുവായൂർ എന്നാണ് ഈ ചിറ്റൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എത്രത്തോളം ഭക്തജനങ്ങളാണ് ഇപ്പോഴും ഇവിടെ. അതായത് പുലർച്ചെ തുടങ്ങിയ കണി ദർശനമാണ് ഭഗവാനെ കാണാനായി. അതായത് വീട്ടിൽ കണിയൊരുക്കി അതിനുശേഷം ഭഗവാനെ കാണാനായി ഇവിടേക്ക് എത്തുന്ന ആളുകളാണ്. അവർ ഇപ്പോഴും ഇങ്ങനെ നിരയായി നിൽക്കുന്നത് നമുക്ക് കാണാം. 3-4 വരികളായാണ് ഭക്തജനങ്ങളെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂരപ്പൻ മറ്റൊരു തരത്തിലുള്ള പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെയാണ്. അതായത് ഗുരുവായൂരുമായി നേരിട്ട്, അതാണ് നേരത്തെ മായ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂർ തൊഴുന്നതിന്റെ അതേ പ്രതീതി തന്നെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഗുരുവായൂരപ്പനെ തൊഴുന്നതിന്റെ ഒപ്പം തന്നെ ഗുരുവായൂരുമായി തന്നെ ഏറ്റവും ബന്ധപ്പെട്ട ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇതിലെ ചിറ്റൂർ ക്ഷേത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള ഒരു ഭക്തരുടെ നീണ്ട നിരയാണ്. ഇത് പുറത്ത് 2 നിരയായി ഇപ്പോഴും ഭക്തർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഈ ഒരു 10-11 മണി വരെ ഇതേ നിലയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തത. സാധാരണഗതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ തിരക്ക് ഇപ്പോൾ ഭക്തരുടെ വലിയ തിരക്കാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തരെല്ലാവരും തന്നെ വീട്ടിൽ കണിവെച്ച് ഭഗവാനെ കണ്ട് ഭഗവാനെ കണി കാണിച്ച് അതിനുശേഷം ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള കണി കാണാനായി എത്തുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കൊച്ചി രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന്റെ ഒരു ചരിത്രം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ രാജ്യം, കൊച്ചി രാജ്യത്തിന്റെ ഭരണ ചുമതല ഉണ്ടായിരുന്ന കർത്താമാരിൽ ഒരാൾക്ക് സ്ഥിരമായി തിങ്കളാഴ്ച ഭജനത്തിന് ഗുരുവായൂർ പോയിരുന്ന ഒരു ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിന്നീട് പോകാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ ഭഗവാൻ നേരിട്ട് അനുഗ്രഹിച്ച് ഇവിടേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് ഭഗവാൻ എത്തിയ സ്ഥലത്ത് വീണ്ടും ഒരു ക്ഷേത്രം പണിതുയർത്തി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ചരിത്രവുമായി ബന്ധം. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഗുരുവായൂരുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആനയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങടക്കമുള്ള ചടങ്ങുകളില്ല. രഥമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങിലേക്ക് എത്തുന്നത് എന്നുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഒരു കാരണമുണ്ട്. കംസന്റെ ആനയായ കുവലയപീഠത്തെ കൃഷ്ണൻ വധിച്ചതിന്റെ ഒരു ഐതിഹ്യം കൂടി പേർന്നതാണ് ഈ ക്ഷേത്രം. അതിന്റെ കൂടി ഓരോ ഓർമ്മ പുതുക്കൽ, അങ്ങനെ ഒരു കാര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു ഇതിലേക്ക് വരുന്നത്. ഏതായാലും ക്ഷേത്ര ചടങ്ങുകൾ സാധാരണഗതിയിൽ, അതായത് ഗുരുവായൂർ നടക്കുന്ന സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ് ചിറ്റൂർ ക്ഷേത്രത്തിനുമുള്ളത്. ഭക്തജനങ്ങൾ വളരെ ഭംഗിയായി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ എല്ലാവിധ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി തന്നെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം തന്നെ തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ ലഭിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്. ഭഗവാനെ കണി കാണുക, ഭഗവാനെ കണി സമർപ്പിക്കുക, ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വിഷുക്കൈ നീട്ടം വാങ്ങുക. അങ്ങനെ ഒരുപാട് ആചാരങ്ങളും ഒപ്പം തന്നെ ഐശ്വര്യവും ഒക്കെ തന്നെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി, വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് എല്ലാ ഭക്തരും ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നത്. ഏതായാലും ഇത് നമുക്ക് ഈ നിര കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആളുകൾ എത്രത്തോളം സമയം ഇതെടുത്താണ് മുന്നോട്ട് പോകുക എന്ന്. ചെറിയ കുട്ടികളുണ്ട്, അവരൊക്കെ തന്നെ വിവിധ തരത്തിൽ മുണ്ടുകളൊക്കെ ഉടുത്ത് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് വിഷുവിനെ ആഘോഷിച്ച് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ഐശ്വര്യസമൃദ്ധമായ ഒരു പുതിയ നാളേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഭാഗമായൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മായ, ശരി, പ്രശാന്താണ് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഗുഡ് മോർണിംഗ് കേരളം. ഇനി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ ദേവ് റെഡിയാണ്. കണ്ണൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. കണ്ണൻ, പാർത്ഥസാരഥിയെ കാണാൻ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അല്ലേ ആറന്മുളയിൽ? അതേമായ പുലർച്ചെ മുതൽ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നീണ്ട നിരയാണ് ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി. വലിയ ക്യൂ തന്നെ രാവിലെ മുതൽ രൂപപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിഷുക്കണി ദർശിക്കാനും അതുപോലെ ഭഗവാനെ കണ്ടു തൊഴുതാനുമാണ് എത്തിയിട്ടുള്ളത്. ആറന്മുള ക്ഷേത്രം ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. വലിയ ഈ വിഷു നാളിൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ആളുകളും രാവിലെ മുതൽ തന്നെ വീടുകളിൽ ഈ വിഷുക്കണി ഒരുക്കി ആ വിഷുക്കണി ദർശിച്ച ശേഷമാണ്
തിരക്കാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ടു തൊഴുത് അതുപോലെ ക്ഷേത്രത്തിനുള്ളിലും ഈ വിഷുക്കണി ദർശനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആ വിഷുക്കണി ദർശനവും അതുപോലെ ക്ഷേത്രത്തിന് ഉള്ളിൽ ഭഗവാനെയും കണ്ടു വണങ്ങിയാണ് മടങ്ങുന്നത്. നമുക്കറിയാം എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും എല്ലാവരും വളരെ പുലർച്ചെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ തന്നെ പ്രശസ്തമായ 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള ക്ഷേത്രത്തിൽ ഏറ്റവും മുഖ്യ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളതാണ്. പാർത്ഥസാരഥി ആണെങ്കിലും ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. ഈ 6 അടിയിലധികം ഉയരം വരുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് പ്രധാനമായും ഉള്ളത്. തൻ്റെ ഭക്തനായ അർജുനന് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ വള്ളസദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റ് ചടങ്ങുകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമെന്ന് നമുക്കറിയാം. അത്തരത്തിൽ തന്നെയാണ് വിഷുവിനും ഏറെ പ്രത്യേകതകളോടെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തുന്നത്. ഈ മറ്റ് ഉത്സവം, അതായത് വള്ളസദ്യയും വള്ളംകളിയും ഒക്കെ പോലെ തന്നെ ഈ വിഷുവിനും നല്ല തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈ പുലർച്ചെ മുതൽ എത്തിയതാണ്. വീടുകളിലൊക്കെ ആ ഒരു ദർശനം, അതായത് വിഷുക്കണി ദർശനം നടത്തിയ ശേഷമാണ് അവരൊക്കെ ഇവിടേക്ക് എത്തുന്നത്. ചേട്ടാ, രാവിലെ വിഷുക്കണി ദർശനം നടത്തിയിട്ടാണോ എത്തുന്നത്? ആണ്. എല്ലാ പ്രാവശ്യവും എത്താറുണ്ടോ? എത്തും, എല്ലാ വർഷവും വരും. രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്നുണ്ട്? ഉണ്ട്. നല്ല തിരക്കുണ്ടോ? ഉണ്ട്. അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ വീടുകളിലൊക്കെ വിഷുക്കണി ദർശനം നടത്തിയ ശേഷമാണ് അവരൊക്കെ ശുഭ്രവസ്ത്രം ധരിച്ച് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത്. മായ കണ്ണനാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. പാർത്ഥസാരഥിയെ കണ്ടു വണങ്ങാൻ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നത് വ്യക്തമാണ്. ഇനി തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ജോസഫ് തയ്യാറാണ്. പ്രശാന്ത്, തിരുവാർപ്പ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നല്ല ഭക്തജന തിരക്കുണ്ടോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. കാരണം ഭഗവാന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രാവിലെ 2 മണിക്ക് പള്ളി ഉണർത്തി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നു. ഇന്ന് രാവിലെ 2:30 2 മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം 2:30 ഇവിടെ വിഷു ദർശനം ആരംഭിച്ചതാണ്. ഇപ്പോഴും ഇവിടെ നൂറുകണക്കിന് ആളുകൾ വിഷു ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഭഗവാന് അർച്ചിക്കാനുള്ള വിഭവങ്ങളൊക്കെയായി, പൂജാദ്രവ്യങ്ങളുമൊക്കെയായി നിരവധി ആളുകൾ ഇപ്പോഴും ഈ ക്ഷേത്രനടയിൽ കാത്തു നിൽക്കുകയാണ്. ഈ 2 വരികളിലായി സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കം നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിന് വലിയ ചരിത്രവും ഐതിഹ്യവും ഒക്കെയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. പാണ്ഡവർ വനവാസകാലത്ത് ഈ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ വിഗ്രഹം പിന്നീട് അവർ കടലിൽ ഉപേക്ഷിക്കുകയും വില്യമംഗലം സ്വാമിയാർ യാത്രാമധ്യേ ഈ വിഗ്രഹം കണ്ടെത്തി ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം. വാർപ്പിലെത്തിച്ചാണ് ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരുവാർപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെ ഇവിടെ അതിരാവിലെ നട തുറക്കുമ്പോൾ തന്നെ അഭിഷേകം നടത്തുന്നു. അഭിഷേകത്തിന് ശേഷം സാധാരണ ഭഗവാനെ പൂർണ്ണമായും തോർത്തിയ ശേഷമാണ് പിന്നീടുള്ള ചടങ്ങുകൾ നടക്കുക. എന്നാൽ ഇവിടെ അതിന് മുൻപ് തന്നെ ഭഗവാന് നിവേദ്യം നൽകുന്നു. തല മാത്രം തോർത്തിയ ശേഷം, അഭിഷേകത്തിന് ശേഷം തല മാത്രം തോർത്തിയ ശേഷം ഭഗവാന് നിവേദ്യം നൽകുന്നതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അത് കാരണം ഭഗവാന് വലിയ വിശപ്പാണ് എന്നുള്ള ഒരു ഐതിഹ്യത്തിൽ തന്നെയാണ്, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ
ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ പുലർച്ചെ അതിരാവിലെ 2 മണിയോടുകൂടി നട തുറക്കുകയും ഉച്ചയ്ക്ക് 12 വരെ ഇവിടെ ദർശനത്തിന് അവസരവുമുണ്ട്. അങ്ങനെ അതാണ് ഇവിടുത്തെ സാധാരണ ചടങ്ങുകൾ. എല്ലാ വർഷവും വിഷുവിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ മേടമാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. ഈ 10 ദിവസവും ഇവിടെ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ കാണുന്നത് ഈ വിഷുദിനത്തിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ വലിയ നീണ്ട ഒരു നിര തന്നെയാണ്. 2 വശങ്ങളിലായി 2 വരികളിലായി നിന്നാണ് ആളുകൾ ദർശനം നടത്തുന്നത്. രാവിലെ 2:30 മുതൽ തന്നെ ആളുകൾ ഇവിടെ ധാരാളമായി നിരവധി പേർ എത്തിയിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അമ്മ എവിടെ നിന്നാണ് വന്നത്? കുമാരനെല്ലൂർ. എല്ലാ വർഷവും ഇവിടെ വന്നിരുന്നതാണോ? കുടുംബസമേതാണോ എത്തിയിരിക്കുന്നത്? അതെ അതെ. ഇവിടെ സ്ത്രീകളും ഇങ്ങനെ പുരുഷന്മാരും ഒക്കെ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. നമുക്ക് പിന്നിലേക്കും നിരവധിയായ ആളുകളെ കാണാൻ കഴിയും. വരിവരിയായി കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളുമൊക്കെ വരിവരിയായി കാത്തു നിൽക്കുകയാണ്. ഇനിയും 12 മണി വരെ ഇവിടെ ദർശനത്തിന് അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളമായി കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിബു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി. ഞാൻ ഉപദേശസമിതി പ്രസിഡന്റാണ്. ഇവിടെ എല്ലാ വർഷവും ഇത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്? നല്ല തിരക്കാണ്. എല്ലാ വർഷവും ഇങ്ങനെ തിരക്കുണ്ട്. വെളുപ്പിനെ 2:30 ഒന്ന് വിഷു കണി കഴിഞ്ഞതിന് ശേഷം മുതൽ ആ സമയം പോലെ തിരക്ക് തുടങ്ങുകയാണ്. ഭാരതത്തിൽ ആദ്യം പള്ളി ഉണർന്ന ഭഗവാനാണ്. അത് നമുക്ക് 2 മണിക്കാണ് പള്ളി ഉണർത്തൽ. 2:30 നിർമ്മാല്യ ദർശനം തുടങ്ങും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉഷപ്പായസമാണ്. ഉഷപ്പായസം അപ്രോക്സിമേറ്റ് 2039 വരെ ഇത്തവണ ബുക്കിംഗ് ആവും. ഉത്സവ സീസൺ കഴിയുമ്പോൾ പ്രസിദ്ധമായ 5-ാം പുറപ്പാട് ഏപ്രിൽ 19 ഭഗവാൻ പുറത്തോട്ട് എഴുന്നള്ളുന്ന വിളക്കട കുട്ടികളോടൊപ്പം ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്ന 5-ാം പുറപ്പാട് ഏപ്രിൽ 19 8:30 ഒക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും, എഴുന്നള്ളും. ഇപ്പോൾ ഈ 2:30 രാവിലെ വിഷുദർശനം ആരംഭിച്ചതാണ്. ഇത് എത്ര വരെയുണ്ട് ദർശനം? ഇതിപ്പം പന്തിരടി പൂജയ്ക്ക് കഴിഞ്ഞും നിൽക്കും. പന്തിരടി പൂജ കഴിഞ്ഞാൽ പിള്ളേർ വിളക്കട കുട്ടികൾ അകത്ത് കയറുന്ന സമയം വരെ ഇതുണ്ടാവും. ഈ തിരക്ക് ഇങ്ങനെ നിൽക്കും. വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾ എത്താൻ? ദൂരെ നിന്ന് പുറത്തുനിന്നാണ് ഇവിടുത്തെ ആളുകൾ. ഒത്തിരി ആളുകളും ഭൂരിപക്ഷം ആളുകളും പുറത്തുനിന്ന്. അല്ലാത്ത സമയങ്ങളിലും വരുന്നു. ഈ ഏറ്റുമാൻ്റെ അമ്പലവും നമ്മുടെ വൈക്കവും കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം തന്നെയാണ്. പാണ്ഡവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. ഈ വിഗ്രഹം കിട്ടിയതും പാണ്ഡവർ പൂജ നടത്തിയിരുന്ന വിഗ്രഹമാണെന്നൊക്കെ. ആ വിഗ്രഹം അങ്ങനെ ഒരു ഐതിഹ്യം പാണ്ഡവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ചേർത്തല ഭാഗത്ത് നിന്നാണ്. അവിടെ ഒരു അമ്പലത്തിൽ നിന്ന് ഒഴുക്കിവിട്ട വേമ്പനാട്ട് കായലിൽ ഒഴുക്കിവിട്ട ഒരു വിഗ്രഹം, വാർപ്പിലൊത്ത് ഒഴുക്കിവിട്ട വിഗ്രഹം നമ്മുടെ ഒരു വേമ്പനാട്ട് കായലിൽ. ശരി, തിരുവാർപ്പ് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രശാന്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവാർപ്പ്. അവിടുത്തെ ദർശന സമയം അതിൻ്റെ ആ ഒരു വ്യത്യസ്തത കൊണ്ടൊക്കെ തന്നെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ്. ഇനി ആറന്മുളയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. അവിടെ നിന്ന് നല്ല ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി കണ്ണനുണ്ട് അവിടെ. കണ്ണൻ, ഒരു ഗുരുവായൂരപ്പനെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ആറന്മുള. അതേ മായ, ഇവിടെ ആറന്മുള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഒരു ശ്രേഷ്ഠനൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്താണ് രാവിലെ ഒരു ഭക്തനത്തിന് ഇറങ്ങിയോ? ഭക്തരെ കാണാൻ ഇറങ്ങിയതാ. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ പുലർച്ചെ ഒരുങ്ങി ഇറങ്ങിയതാണോ? പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയതാ. രാവിലെ വീട്ടിൽ വിഷുക്കണി ദർശനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇറങ്ങിയതാ. ഭഗവാനെ കണ്ടു? ഇല്ല, തൊഴണം. എങ്ങനെയാ? ഇവിടെ സാധാരണ വള്ളത്തിലാണ് കൃഷ്ണൻ വരാറ്. എങ്ങനെ? ഞാൻ വണ്ടിയിലാണ് വന്നത്. വള്ളത്തെ വരാൻ പറ്റിയില്ല. അതൊരു നിർഭാഗ്യമായി ഞാൻ കൂട്ടുന്നു. ഇവിടെ അടുത്താണോ വീട്? എൻ്റെ വീട് കീക്കിഴൂർ. അത്യാവശ്യം ദൂരമുണ്ട്. ഒറ്റയ്ക്കാണോ വന്നേക്കുന്നത്? ഞാൻ അല്ല, എൻ്റെ ചേട്ടന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്. രാവിലെ എല്ലാവർക്കും വിഷു കണി കൊടുത്തോ? അതോ അല്ല, വിഷു എല്ലാവർക്കും ആശംസകൾ കൊടുത്തു. എല്ലാവരെയും കണ്ടു. അങ്ങനെ ഇങ്ങനെ വരുന്നു. ഈ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു? കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. അതാണ് ആറന്മുള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ. എന്തായാലും ഈ കൃഷ്ണൻ എല്ലാവരെയും കണ്ട് വളരെ സന്തോഷത്തിൽ എല്ലാവർക്കും കൈകൊടുത്ത് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്ന് കടന്നു പോവുകയാണ്. മായ. കണ്ണനാണ് ആറന്മുളയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഗുഡ് മോർണിംഗ് കേരളം. ഇനിയിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി അജയ്നാഥ് തയ്യാറാണ്. അജയ്,
ഈ വിഷു ദിവസം അമ്പലപ്പുഴ കണ്ണനെ കണ്ട് വണങ്ങാൻ വലിയ ഭക്തജന തിരക്ക് തന്നെയായിരിക്കും അല്ലേ അവിടെ? ഭക്തജന തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യ ദർശനം നടന്നു. അതിനുശേഷമാണ് കണി കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. 6 മണി വരെ കണി കാണാനുള്ള അവസരം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിരുന്നു. ഇപ്പോഴും നീണ്ട നിര തന്നെയാണ് ഈ അമ്പലത്തിലുള്ളത് എന്നുള്ളതാണ്, ക്ഷേത്രത്തിലുള്ളത് എന്നുള്ളതാണ്. വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴും ക്ഷേത്രത്തിലുള്ളത്. പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എന്തായാലും 3 മണി തൊട്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലേക്ക് വലിയ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും പന്തീരടി പൂജ 9 മണിക്ക് പന്തീരടി പൂജയുണ്ട്. അതിനുശേഷം ഉച്ചപൂജ തിരുവാഭരണം ചാർത്തിയുള്ളത്, ഭഗവാനെ തിരുവാഭരണം ചാർത്തിയുള്ള ദർശന പ്രാധാന്യം ഉള്ള ഒരു ഉച്ചപൂജയാണ് ഇന്നുള്ളത് എന്നുള്ളതാണ്. എന്തായാലും എത്തുന്ന എല്ലാ ഭക്തർക്കും വിഷുക്കണി ഉൾപ്പെടെ നൽകിയാണ് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞയക്കുന്നത്. വലിയ ഒരു ആഘോഷം, ഒരു സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ എല്ലാം പ്രതീകമായി തന്നെയാണ് വിഷുവിനെ കൊണ്ടാടുന്നത് എല്ലാ മലയാളികളും. അതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷ നിമിഷത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അമ്പലപ്പുഴ. വലിയ തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് മണിക്കൂറുകളാണ് ഭക്തജനങ്ങൾ ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് ജില്ലയ്ക്ക് പുറത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലൊരു പൊതു രീതിയാണത്. അമ്പലപ്പുഴ ഉള്ള ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്താറില്ല എന്നുള്ളതാണ്. അതായത് മറ്റ് ആളുകൾക്ക്, അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്ന ഭക്തർക്ക് ഒരു അവസരം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു സമീപനം ഈ ഇവിടുത്തുകാർ അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും വലിയൊരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷു അത്തരത്തിലേക്ക് മലയാളികൾക്ക് ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരു കാലം കൂടിയാണ്. മേടം 1-നായിരുന്നു വിഷു. സത്യം പറഞ്ഞാൽ ഇത്തവണ മേടം 2-ലേക്ക് വിഷു എത്തുന്നു. എന്തായാലും വലിയ ഒരു ആഘോഷം, അതിൻ്റെ ഒരു പുണ്യ നിമിഷത്തിൽ പങ്കുചേരുവാൻ, ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി വലിയ ജനക്കൂട്ടം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു തിരക്കുണ്ടെങ്കിൽ പോലും മണിക്കൂറുകൾ കാത്തുനിന്ന് തന്നെ ഈ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇപ്പോഴും ആ തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. മായ, അജയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇത്ര നേരം പ്രേക്ഷകർ കണ്ടത് തെക്കൻ കേരളത്തിലെയും അതുപോലെ തന്നെ മധ്യ കേരളത്തിലെയും ഒക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. മലബാറിലെ വിശേഷങ്ങൾ അറിയാം. കോഴിക്കോട്ടെ തിരുവച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എം രാഗേഷ് ചേരുകയാണ് ഇപ്പോൾ. രാഗേഷ്, തിരുവച്ചിറ ക്ഷേത്രത്തിൽ എങ്ങനെയാണ്? നല്ല തിരക്കുണ്ടോ രാവിലെ മുതൽ? മായ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങളാണ് തിരുവച്ചിറ ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ എത്തിയിട്ടുള്ളത്. രാവിലെ കണി കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവച്ചിറ ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പുലർച്ചെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ മുതൽ ആളുകൾ ഉണ്ടല്ലേ കണി കാണുന്നതിന് വേണ്ടിയിട്ട്? കൂടുതൽ ആളുണ്ട്. ഈ തിരുവച്ചിറ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ്? പ്രാധാന്യം ഇവിടെ 2-3 ഉത്സവങ്ങളാണ് പ്രധാനമായിട്ടുണ്ടാകുക. ശ്രീകൃഷ്ണജയന്തി, പിന്നെ ഓണത്തിനും വിഷുവിനും ഇവിടെ ആള് കൂടും. സാമൂതിരിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള അത്രയും പൈതൃകമുള്ള ഒരു ക്ഷേത്രമാണ്. കൊല്ലത്തെ പഴക്കങ്ങളാണ്. പിന്നെ ക്ഷേത്ര സമിതി വീടിൻ്റെ അടുത്താണ് നന്നാക്കി ശരിയാക്കി കൊണ്ടുവന്നത്. ഈ തിരുവച്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ചരിത്രമുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ തിരുവച്ചിറ കുളം എന്ന് പറയുന്ന ഒരു ഏകദേശം 8 ഏക്കറോളം വരുന്ന ഒരു വലിയ കുളമാണ്. ഇവിടെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് മീനൂട്ടാണ്. മീനിൻ്റെ പ്രസാദമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മൾ തിരുവച്ചിറ ക്ഷേത്രത്തിൽ ആളുകൾ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെ പൂജകൾക്കൊപ്പം തന്നെ കണിവെക്കുന്ന ചടങ്ങ് അത് പൂർത്തിയായി. അതിനുശേഷം മുതലാണ് ദർശനം തുടങ്ങിയിട്ടുള്ളത്. ദർശനത്തിനായി നിരവധി ഭക്തരാണ് കോഴിക്കോട് മീൻചന്തയുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. കുട്ടികൾക്കും ഒപ്പം കുടുംബാംഗങ്ങൾക്കും ഒപ്പം ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് നിരവധി ഭക്തർ എത്തിയിട്ടുള്ളത്. പുലർച്ചെ മുതൽ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരി, ഇപ്പോഴാണ് രാവിലെ മുതൽ തന്നെ എത്തിയോ? എത്തി. എല്ലാ തവണ ഇവിടെയാണോ വരാറുള്ളത്? അല്ല, അങ്ങനെയല്ല. എടുക്കുമ്പോൾ
കണി കാണാൻ ഒപ്പം കൃഷ്ണനെ കാണാൻ. ഓക്കെ. രാകേഷാണ് തിരുവച്ചിറ ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇനി ഗുഡ് മോർണിംഗ് കേരളം ഇനി പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലത്തെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് തയ്യാറാണ്. സുധീഷ്, വിഷുക്കണി ദർശനത്തിനായി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവുമല്ലോ അല്ലേ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ? കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. ഞാൻ ഈ കാണുന്ന ഈ ക്ഷേത്രമുറ്റം ഇപ്പോൾ ഇവിടെ പുലർച്ചെ മുതൽ തന്നെ ഭക്തർ കണി കാണുന്നതിനായി ഉണ്ണിക്കണ്ണനെ കണി കാണുന്നതിനായുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ക്യൂ ഇത് പുലർച്ചെ മുതൽ ആരംഭിച്ച ഒരു ക്യൂ ആണ്. ഇതിങ്ങനെ ഒരു ഉച്ച വരെ ഇങ്ങനെ തുടരും. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു തിരക്ക് എന്ന് പറയുന്നത്. നമുക്ക് ആ രീതിയിലാണ് പറയാൻ കഴിയുന്നത്. കാരണം ഒരു പ്രത്യേകം ഏർപ്പെടുത്തിയ ഈ ക്യൂ സംവിധാനത്തിലൂടെയാണ് ഭക്തർ കൃഷ്ണനെ കണി കാണാൻ ഇവിടേക്ക് എത്തുന്നത്. പ്രധാനമായും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഷു ദിനം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം, അതായത് കൊല്ലം പൂരം എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ചടങ്ങ് അത് നടക്കുക. ആശ്രാമം മൈതാനിയിലാണ് ഈ ചടങ്ങ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വിഷു ദിനത്തിലാണ് ഈ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വളരെ പ്രത്യേകതയുള്ള ഈ ഒരു ദിവസം കൂടി എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷു ദർശനത്തിന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് ഈ ഒരു വർഷം മുഴുവൻ അതിൻ്റെ ഒരു പുണ്യം പകരുന്നതിന് വേണ്ടി ഈ ഭക്തർ ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഭക്തി നിർഭരമായ കാഴ്ചയാണ് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ക്യൂ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, കാര്യം ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു ക്യൂ ആണ്. കാര്യം ഒരുപാട് ഭക്തർ പല സ്ഥലങ്ങളിൽ നിന്ന്, കൊല്ലം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തർ ഇത്തരത്തിൽ ഇവിടേക്ക് എത്താറുണ്ട്. അത്തരത്തിൽ അവർ എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടേക്കുള്ള വാഹന സൗകര്യങ്ങളൊക്കെ നിയന്ത്രിച്ചും പിന്നീട് ഗതാഗതമൊക്കെ നിയന്ത്രിച്ച് ഇവർക്ക് അവരുടെ സ്വകാര്യ വാഹനങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള അനുമതിയില്ല. കുറച്ചൊപ്പം അവരെ മാറി നിർത്തി വണ്ടി നിർത്തിയിട്ട് വേണം ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. ഇപ്പോൾ ഈ കാണുന്ന ഒരു ക്യൂ എന്ന് പറയുന്നത് ഇതങ്ങ് നീണ്ട് ഒരു കിലോമീറ്ററുകളോളം അപ്പുറം നമുക്ക് ഈ ഒരു ക്യൂവിൻ്റെ അവസാനം കാണാൻ പറ്റും. കാര്യം അത്തരത്തിൽ ഒരു നീണ്ട നിര അത് വർഷങ്ങളോളം ഇങ്ങനെ തന്നെയാണ്. കാര്യം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കും ഭക്തർക്കും ഒക്കെ തന്നെ വളരെ ഏറെ വിശ്വാസമുള്ള ഒരു ക്ഷേത്രം എന്ന നിലയിൽ തന്നെ ആശ്രാമം കണ്ണനെ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് വണങ്ങുന്ന ഒരു സ്വഭാവം അത് വിഷുദിനത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി ഭഗവാനെ ദർശിക്കുക, ആ ഒരു ചൈതന്യം, ആ ഒരു പുണ്യം അത് വീടുകളിലേക്ക് ആവാഹിക്കുക, അത്തരത്തിലുള്ള ഒരു. ശരി, സുധീഷാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. വിഷുവിനോട് അനുബന്ധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സുപ്രധാനമായ 8 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ ഞങ്ങളുടെ പ്രതിനിധികൾ. ശബരിമലയിലും വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ്. ശ്രീലകത്ത് ദീപം തെളിയിച്ച് ആദ്യം അയ്യപ്പസ്വാമിയെ കണി കാണിച്ചു. തുടർന്ന് പുലർച്ചെ 4:05 മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിരുന്നു. വിഷുക്കണി കണ്ട ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭക്തർക്ക് വിഷുക്കൈ നീട്ടം നൽകി. മാളികപ്പുറത്തും പമ്പ ഗണപതി കോവിലും വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും സമാധാന ചർച്ച. ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഏപ്രിൽ 21-ന് വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുമ്പ് വീണ്ടും ചർച്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ആഴ്ച തന്നെ ചർച്ച നടത്താനാണ് ആലോചന. അമേരിക്കൻ സംഘം വീണ്ടും പാകിസ്ഥാനിലെത്തും. നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ലെബനൻ സർക്കാരുമായി ഇസ്രയേൽ നടത്തിയ ചർച്ച വാഷിംഗ്ടണിൽ പൂർത്തിയായി. തുടർ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. വനിതാ സംവരണ മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് വൈകിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് യോഗം. പ്രതിപക്ഷ സഖ്യ നേതാക്കളും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചർച്ച നടത്തും. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ എതിർക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. മണ്ഡല പുനർനിർണയം ഇല്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകൾ പ്രതിപക്ഷം പാർലമെന്റിലെ ചർച്ചയിൽ അവതരിപ്പിച്ചേക്കും. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഇന്ന് നടക്കുന്ന
ചടങ്ങുകളിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾ കാരണം പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ല. രാജ്യസഭാ അംഗമായി ചുമതലയേറ്റതിനെ തുടർന്ന് നിതീഷ് കുമാർ ഇന്നലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. NDA നിയമസഭാ കക്ഷി യോഗം ഐക്യകണ്ഠേനയാണ് സാമ്രാട്ട് ചൗധരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. IPL ചെന്നൈ സൂപ്പർ കിങ്സിന് തുടർച്ചയായ രണ്ടാം ജയം. ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 32 റൺസിന് തകർത്താണ് ചെന്നൈ തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2 ജയങ്ങളോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തേക്ക് ഉയർന്നു. സീസണിൽ ഇതുവരെ ഒരു ജയം പോലും നേടാനാവാത്ത കൊൽക്കത്ത 1 പോയിന്റുമായി അവസാന സ്ഥാനത്ത് തുടരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ മറ്റു വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.